ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിലുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മൾ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെന്നൊരു കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം മേടൻ രാശിയെ നോക്കിക്കഴിഞ്ഞാല് മേടൻ രാശിയിലെ 3 നാളുകളാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. അതുപോലെ ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന ചൊവ്വ ആണ്. അതുപോലെ അശ്വതിയെ നോക്കിക്കഴിഞ്ഞാല് അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, സൂര്യകർമ്മയാണ്. അതുപോലെ ഭരണിയെ നോക്കിക്കഴിഞ്ഞാല് ഭരണിയെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചന്ദ്രകർമ്മയാണ്. അതുപോലെ കാർത്തികയെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. അപ്പൊ നിങ്ങൾ ഈ കർമ്മ ഒന്ന് നോട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ കർമ്മ വെരി ഇമ്പോർട്ടന്റ്. ഈ കർമ്മയിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള നമ്മളെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. നമ്മുടെ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ ഈ രീതികളെ. സപ്പോസ് ഇപ്പൊ അശ്വതി നക്ഷത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ കേതുവാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ അതുപോലെ സൂര്യകർമ്മ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഒരു ഗ്രഹമാണ്, ലീഡർഷിപ്പിന്റെ ഒരു ഗ്രഹമാണ്. ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളെ അല്ലെന്നൊരിയില് ഈ കേതുവിന്റെ ആയിട്ടുള്ള ചെറിയ മടി അല്ലെന്നൊരു ചെറിയ മുടികള്, ചില ആൾക്കാരുടെ മുടി ശകലം ചുരുണ്ടിരിക്കാനുള്ളൊരു സാധ്യത. പിന്നെ അതുപോലെ ചൊവ്വയുടെ ആയിട്ടുള്ള ഒരു പിടിവാശി, ദേഷ്യം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയാനാണ് നടക്കണം അല്ലെന്നൊരു അങ്ങനത്തെ അല്ലെന്നൊരു ആ ഒരു പിടിവാശിയും കാര്യങ്ങളും. അപ്പം ഇങ്ങനെ തന്നെയല്ല, ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും.
അതേപോലെ നമുക്കിപ്പോ ഭരണിയുടെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചൊവ്വാടയായിട്ടുള്ള ഒരു റിലേഷൻ, അങ്ങനത്തെ ഒരു പിടിവാശി കാര്യങ്ങള്. അതുപോലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ എനർജിയാണ്, ഫീമെയിൽ സെക്ഷൽ എനർജി. അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സെക്ഷലി ഉള്ള താല്പര്യങ്ങൾ കൂടാന്. അതുപോലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഫുഡ്, നല്ല ഉരുണ്ട മുഖമായിരിക്കാം, ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് താല്പര്യം. അതായത് ഒന്നി കൃഷിയെ അല്ലെങ്കിൽ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽ ഇൻഡസ്ട്രി ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെ കൃഷികളോടോ ഫുഡിനോടോ ഒക്കെ ഇഷ്ടപ്പെടാനൊക്കെ ഉള്ളത്. അതുപോലെ കാർത്തിക നോക്കിക്കഴിഞ്ഞാൽ ഈ ചൊവ്വായും പിന്നെ സൂര്യനും പിന്നെയും ചൊവ്വ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ട് ചൊവ്വയുടെ എനർജി, അതെന്ന് പറഞ്ഞാൽ ഒരു ഹൈ സെക്ഷൽ എനർജിയാണ്. ഈ ചൊവ്വയുടെ ആയിട്ടുള്ള ഒരു ഇതും ഒരു ദേഷ്യവും പിടിവാശിയും. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ സൂര്യനൊന്നാണ് അതോറിറ്റിയുടെ ഗ്രഹം. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് നടക്കത്തുള്ളൂ, അങ്ങനെ ഞാൻ പറയുന്നത് നടക്കാവൂ, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ലീഡർഷിപ്പ്, ഈഗോ എല്ലാം ഗ്രഹമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നാളുകാർക്കായാലും ഫസ്റ്റ് ഹൗസിലെ സെക്കൻഡ് ഹൗസിലെ ഒക്കെ വരിക. പ്രത്യേകിച്ച് അല്ലെന്നൊരു ജൂപ്പിറ്ററും സൂര്യനും കൂടെ ഒന്നിച്ചിരിക്കുക. അതായത് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ കൂടെ ശുക്രൻ നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. വളരെ ജീവിതത്തിൽ നല്ല ഉയർച്ച, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ത്രൂ ഔട്ട് ലൈഫിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുപോലെ ആരോഗ്യപരമായിട്ട് ഒരു 67 വയസ്സ് വരെയൊക്കെ നല്ല ആയുസോട് കൂടി ഇരിക്കാന് കൊടുക്കാന് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ ഇതൊരു പ്രോബബിലിറ്റി ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പല നഷ്ടപ്പെട്ട ആത്മവിശ്വാസങ്ങളൊക്കെ നേടിയെടുക്കാന്, ചില ആൾക്കാർക്ക് ചെറിയൊരു വിഷമമായ കാര്യം, അല്ലെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് ആ മാനസികമായിട്ടൊക്കെ വിഷമമൊക്കെ മാറി നല്ല രീതിയിൽ വരാനും ഉള്ള സാഹചര്യം. അതുപോലെ നല്ല പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനാണെന്ന് വരില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാക്കാന്, ഒന്ന് ട്രേഡിങ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊരു ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഫാമിലി ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങളൊക്കെ വരാൻ, പ്രത്യേകിച്ച് ചിലപ്പം വിദേശത്തൊക്കെ ഉള്ള വൈഫോ ഹസ്ബൻഡോ ഒക്കെ നാട്ടിൽ വന്നിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു പ്രത്യേകിച്ച് ഒരു 19-ാം തീയതി വരെയുള്ള ഒരു സമയം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമേ. പിന്നെ പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ പഴയ നമ്മൾ കൊടുത്ത എന്തെങ്കിലും കടം കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചു കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യതകള്. ചില ഹസ്ബൻഡ് വൈഫും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ട് എന്തെങ്കിലും ഒരു അകലിച്ച ഉണ്ടായിരുന്ന ആൾക്കാരെ അടുക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല സാഹചര്യങ്ങൾ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെന്നൊരു പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാന്, അല്ലെന്നൊരു പുതിയ എഗ്രിമെന്റ് കരാറുകളൊക്കെ ഏക്കാന്, പുതിയ അങ്ങനെയുള്ള ബിസിനസ്സിനകത്തുള്ള ഉയർച്ച വരാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്തൊന്നും ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറാന്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഊഹക്കച്ചവടത്തിനകത്ത് ലാഭം ഉണ്ടാക്കാൻ, സ്പെക്യുലേറ്റീവ് ഗെയിൻസ്, അതുപോലെ എന്തെങ്കിലും ഉല്ലാസ യാത്രകൾ നടത്താനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉല്ലാസയാത്രകൾ നടത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്. അങ്ങനെ പല രീതിയിൽ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് പൊതുവെ നല്ലതാണ്. ഈ 19-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും കാര്യങ്ങൾ കുറെ കൂടെ ചില കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടൊക്കെ വരും. കാരണം എന്തെങ്കിലും പൈസയെ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടാന്, എടുക്കാന്, അല്ലെങ്കിൽ എന്തെങ്കിലും കടം കൊടുത്ത പൈസ കിട്ടാന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അതേമാതിരി ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും എടുക്കാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു 19-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും ബാങ്കിന്റെ ലോണോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ലോൺ എന്തെങ്കിലും അടയ്ക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് അത് അടച്ചു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോൺ എന്തെങ്കിലും എടുക്കാനിരുന്നിട്ട് അത് കാലതാമസം നേരിടുന്ന ആൾക്കാരുണ്ടെന്ന് വരിക അത് പാസ്സായി വരാനെടുക്കാനൊക്കെ ഉള്ളൊരു
അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ജോലിയുമായിട്ടൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ജോലിയൊക്കെ ചെറിയ പ്രൊമോഷനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ 19 കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാന്, അതുപോലെ എന്തെങ്കിലും നമുക്ക് ഒരു പ്രൊഫഷണൽ ഗെയിൻ, നമുക്ക് കറസ്പോണ്ടൻസ് ത്രൂ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാകാം നല്ല നിലയിൽ. അതുപോലെ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മള് പുതിയ ജോബിന് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടിരുന്ന ആൾക്കാർക്കാണ് ആ ജോലി കിട്ടാനൊക്കെ ഉള്ളൊരു വളരെ സാഹചര്യങ്ങൾ, നല്ല സാഹചര്യങ്ങൾ, നല്ല ജോലി സ്ഥലത്തൊക്കെ നല്ല ബഹുമാനങ്ങൾ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, നല്ല സോഷ്യൽ നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണേലും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വീടൊക്കെ വെക്കാൻ വളരെ അനുകൂലം. അതുപോലെ വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമാണ്. അങ്ങനെ പൊതുവെ മോശമല്ലാത്ത രീതിയിലുള്ള ഇതാണ്. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഈ നിങ്ങളുടെ ശുക്രനും രാഹുവും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രാഹു നല്ല ശുക്രനെ ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നതിൽ 100% അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോട്ടറി വരെ അടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതേമാതിരി നമുക്ക് ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് കൊടുത്തിട്ടുള്ളത് വെച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിന്റെ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ കാണാം. അതേപോലെ ട്രാവൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ കാണാം. അതുപോലെ വർക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് 4 സ്റ്റാർ കാണാം. അതേപോലെ നമ്മുടെ ലക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റാർ കാണാം. അപ്പൊ നല്ല ലക്ക് കൂടുതലാണ്. അതേമാതിരി ഈ പറഞ്ഞ റൊമാൻസ് അല്ലെ ലവ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള 3 സ്റ്റാർ. അപ്പൊ എത്രമാത്രം നമ്മളെ അഫക്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് നല്ലതായിട്ടുള്ള സമയമാണ്. അതുപോലെ സ്റ്റഡി എന്തെങ്കിലും എടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. അപ്പൊ അതിന് 5 സ്റ്റാർ. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഇതേപ്പറ്റി കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഇത്